അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വഖദ് ഖാല النبي صلى الله عليه وسلم ما عمل ابن آدم يوم النحر أحب إلى الله من إراقة الدم. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, ബലിപെരുന്നാളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ബലിയുടെ പെരുന്നാളാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഉളുഹിയ്യത്ത് എന്നുള്ളതാണ്. ഉളുഹിയ്യത്ത് എന്നാൽ എന്ത്, എപ്പോഴാണത് നിർവഹിക്കേണ്ടത്, എന്ത് മൃഗമാണ് അതിന് പറ്റുക, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് അത് നിർവഹിക്കാനുള്ള സമയം, മൃഗങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ, അതിൻ്റെ വിതരണം എങ്ങനെയാവണം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇത് സംബന്ധമായി നാം പഠിക്കേണ്ടിയിരിക്കും. അതിനാണ് നമ്മുടെ സമാജം ഇങ്ങനെ ഒരു പരിപാടി രൂപം കൊള്ളിച്ചത്. അതിനെ അവരെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഉളുഹിയ്യത്ത് എന്നാൽ മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല ഫീ യൗമിൽ ഈദി വഫീ അയ്യാമി സലാസത്തി ബഅദഹു. ഇങ്ങനെയാണ് ഫുഖഹാ അതിന്റെ നിർവചനം പറഞ്ഞത്. ആട്, മാട്, ഒട്ടകങ്ങളിൽ നിന്ന് അറക്കപ്പെടുന്ന മൃഗം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസവും അതിനോട് തുടർന്ന് വരുന്ന 3 ദിവസങ്ങളിലുമായി അറക്കപ്പെടുന്ന മൃഗത്തിന്റെ പേരാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്ത് സുന്നത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉളുഹിയ്യത്തല്ല സുന്നത്ത്, അയ്യത്തളുഹിയ്യത്തു എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉളുഹിയ്യത്ത് അറക്കൽ, ഉളുഹിയ്യത്ത് എന്നുള്ളത് മൃഗത്തിന്റെ പേരാണ്, അത് അറക്കലാണ് സുന്നത്ത്. കാരണം ഒരു ഹുക്മ് ബന്ധിക്കൽ മനുഷ്യന്റെ ഫഇലിനോടാണ്, പ്രവൃത്തിയോടാണ്, ദാത്തിനോടല്ല. മനുഷ്യൻ എന്ത് ചെയ്യുന്നുവോ ആ ചെയ്യുന്ന കർമ്മം ഒന്നിക്ക് സുന്നത്താണ്, അല്ലെങ്കിൽ വാജിബാണ്, അല്ലെങ്കിൽ ഹറാമാണ്. അപ്പൊ ഉളുഹിയ്യത്ത് മൃഗം സുന്നത്താലല്ല, മൃഗത്തെ അറക്കൽ അത് സുന്നത്തോ വാജിബോ എന്നുള്ളതാണ്. അത് സുന്നത്താണ് എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബ്. ഷാഫി മദ്ഹബിൽ സുന്നത്ത് മുഅക്കദയാണ്. അബൂ ഹനീഫയുടെ മദ്ഹബില് വാജിബാണ്. ഇതൊക്കെ ഫുഖഹാ വിശദീകരിച്ചിട്ടുണ്ട്. ജമ്മുൽ ജവാമിൽ അടക്കം അത് കാണാം. ഇജ്സാഇന്റെ വിഷയം പറയുന്നിടത്ത് ജമ്മിൽ പറഞ്ഞിട്ടുണ്ട് വയ്യ മന്ദൂബത്തുൻ ലനാ വാജിബത്തുൻ ഇൻദ അബീ ഹനീഫ എന്ന് ജമ്മുൽ ജവാമിൽ കാണാം. ഇങ്ങനെ പല കിതാബിലും അത് വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊക്കെ സുപരിചിതമാണ്. സൂറത്ത് സാഫാത്തിൽ 100-ാമത്തെ ആയത്ത് മുതൽ 108-ാമത്തെ ആയത്ത് വരെ ഇതാണ് പ്രതിപാദിക്കുന്നത്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ 86-ാമത്തെ വയസ്സിൽ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എന്റെ റബ്ബെ എനിക്ക് ഒരു സൽ സന്താനത്തെ നീ നൽകണം. അവിടെ സന്താനം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഹബ വഹബ ഹിബത്ത് എന്ന പദം സാധാരണ വലതിനാണ് ഉപയോഗിക്കുക എന്ന് തഫ്സീറിൽ കാണാം. അപ്പോ ഒരു സന്താനത്തെ നീ നൽകു. വാർദ്ധക്യത്തിന്റെ ആ സന്നിഗ്ധ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ദുആ നമുക്കൊക്കെ ഒരു പാഠമാണ്. മക്കളുണ്ടാവുന്നതിൽ നിരാശപ്പെട്ട് കിടക്കുന്ന ദമ്പതിമാർക്കൊരു പാഠമാണത്. അള്ളാഹു ഒരു സന്താനത്തെ കൊടുക്കുക എന്നുള്ളതിന് പ്രായപരിധിയില്ല. അള്ളാഹുവിലെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ലഭിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നാം ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു ഒരു സഹനശീലനായ പുത്രനെ കൊണ്ട്. ആ വാക്കിൽ 3 സന്തോഷ വാർത്തയുണ്ട്. ഒന്ന്, ജനിക്കുന്ന കുട്ടി ആണാണ്, അതിന് പ്രായപൂർത്തിയെത്തും, അത് സഹനശീലമുള്ള കുട്ടിയാണ്. ഇതൊക്കെ ആ വാർത്തയിൽ വന്നു കഴിഞ്ഞു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്ന ദർശനം ഉണ്ടാകുകയാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു. ആ കുട്ടി ഓടിച്ചാടി പിതാവിനോടൊപ്പം പ്രവർത്തന നിരതനമാകുമ്പോൾ, സഈ എന്ന് പറഞ്ഞതിന് പല തഫ്സീറും കാണാം. അൽ മശിയു വൽ അമലു വഇയാനത്തു, പിതാവിനെ സഹായിക്കാനും പിതാവിനോടൊപ്പം ജോലിക്കൊക്കെ പറ്റുന്ന ഒരു സമയമായപ്പോൾ ഖാല ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക യാ ബുനയ്യ, ഓ മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിന്നെ അറക്കണമെന്ന്. ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താണ്, നീ പറയുക. ഇവിടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാം, ഈ സ്വപ്നം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായി ലഭിക്കുന്നത് 8-ാം രാത്രിയാണ്. ദുൽഹിജ്ജ 8-ന്റെ പകലിന് യൗമു തർവിയ എന്നാണ് പറയാ. തർവിയ റവ്വ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു എന്നാണ്. അന്ന് ആലോചിക്കുകയാണ്. ഈ സ്വപ്നം അമിനല്ലാഹ് അമിനശ് ശൈത്താൻ, അങ്ങനെ 9 രാത്രിയും സ്വപ്നം ആവർത്തിക്കുകയാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞു, യൗമ അറഫ, തിരിച്ചറിഞ്ഞ ദിവസം ഇത് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ്. 10-ാം രാത്രിയും സ്വപ്നം ആവർത്തിക്കുകയാണ്. അങ്ങനെ 10-ന്റെ അന്ന് യൗമുൻ നഹർ, അറക്കാൻ വേണ്ടി തീരുമാനിച്ചു. മകനോട് പറഞ്ഞു. മകന്റെ മറുപടി ഖുർആൻ പറയുന്നു, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പാനോട് എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുക. അങ്ങനെ കത്തിയും കയറുമായി മിനാ മല മടക്കുകളിലേക്ക് സ്വന്തം മകനാകുന്ന ഇസ്മായിലിനെയും കൂട്ടി പോവുകയാണ്. ഞാൻ ചരിത്രം കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയുക. ഇതുപോലെ ഒരു 10-ന്റെ അന്ന്, ദുൽഹിജ്ജ് 10-ന്റെ അന്ന്
ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറക്കാൻ പോകുന്ന രംഗം നാം മനസ്സിലാക്കുക. ഉപ്പ സമ്മതം ചോദിച്ചപ്പോ മകന്റെ പ്രതികരണം, ഉപ്പ എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് ചെയ്യുക. സമർപ്പണമാണ്, അർപ്പണബോധമാണ്, അനുസരണയാണ്. അങ്ങനെ മിനായിലെത്തിയപ്പോൾ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, ആ മിനയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കമിഴ്ത്തി കടത്തിയപ്പോൾ നാദാഹു അയ്യാ ഇബ്രാഹിം ഖസ്സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബ്ഹിൻ അദീം. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയാണ്, കമിഴ്ത്തി കടത്തുകയാണ് ചെയ്തത്. കാരണം മകൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ ഇജ്അൽ വജ്ഹി അലൽ അർദ്, എന്റെ മുഖം ഭൂമിയിലേക്ക് തിരിച്ചു വെക്കുക. അസാൻ തർഹമുനി, താങ്കൾ എന്നോട് ചിലപ്പോൾ കൃപ തോന്നിയിട്ട് താങ്കൾ ചിലപ്പോൾ ആ അറവിൽ നിന്ന് പിന്മാറിയേക്കാം, എന്റെ മുഖം കാണാതെ കമിഴ്ത്തി കടത്തു എന്ന് പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ തഫ്സീറിൽ കാണാം. അങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് ഉള്ളൂ. ഉടനെ സ്വപ്ന സാക്ഷാത്കാരം താങ്കൾ നിർവഹിച്ചു. സ്വർഗത്തിൽ നിന്ന് ആടുമായി മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, ഓ ഇബ്രാഹിമേ, ഇതിനർത്ഥം മതി, താങ്കൾ ഈ മഹാപരീക്ഷണത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആടിനറക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ തന്നെ തഫ്സീർ അബൂ സഊദ് അതുപോലെ തഫ്സീർ നസഫിലൊക്കെ കാണാം ഈ വാക്ക് അവര് 3 പേരും കൂടെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെ അറുത്തു എന്ന് അവിടെ തഫ്സീറിൽ രേഖപ്പെടുത്തി കിടന്നു. അങ്ങനെ ഇബ്രാഹിമെ, തങ്ങളുടെ പ്രശസ്തി ഖിയാമത്ത് നാൾ വരെ നാം സമൂഹത്തിൽ അവശേഷിപ്പിച്ചു. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുമ്പ് ദ്വാരുന്നത് സൂറത്തു ശുഅറായിലൂടെ പറഞ്ഞിട്ടുണ്ട്, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൻ തലമുറകളിൽ എനിക്ക് നല്ല പേര് നീ നൽകണേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ആ ദുആ അല്ലാഹു ഖബൂൽ ചെയ്തു. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് പറയുന്നു, പെരുന്നാളാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ചര്യ നിങ്ങൾ പിൻപറ്റുക. ഇവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായി തഫ്സീറിൽ കാണാം. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് ആടിന് പകരം മകനെ തന്നെ അറുക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നമുക്കൊക്കെ നമ്മളെ മക്കൾ അറക്കേണ്ടതായി വരും. അന്ന് അതിന് പകരം ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കിടത്തി കത്തി കഴുത്തിൽ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി ജമ്മുൽ ജവാമി പോലെയുള്ള കിതാബിൽ അതിന്റെ തഹ്ഖീഖ് പറയുന്നുണ്ട്, ലം യുമിറൽ ഖലീലു ആലത ദബ്ഹി അലാ മഹല്ലിഹി മിൻഹു. ജമ്മുൽ ജവാമിയിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദബ്ഹിന്റെ ആലത്ത് സിക്കീൻ കത്തി കഴുത്തിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആടെത്തിയിരുന്നു. കഴുത്തിൽ കത്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ്
അവിടെ പ്രബലമായി കിടക്കുന്ന അഭിപ്രായമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ജമ്മുൽ ജവാമിന്റെ ശർഹിൽ പറയുകയാണ്. അത് തഹ്ഖീഖിന്റെ മഖാമാണ്, മറ്റേത് ചരിത്രമാണ്. ചരിത്രത്തിൽ പലതും ഉണ്ടാവും. തഹ്ഖീഖാക്കുമ്പോൾ ലം യുമിറൽ ഖലീലു ആലത ദബി അലാ മഹല്ലിഹി മിൻഹു എന്ന് പറഞ്ഞത് കാണാം. അത് ചരിത്രത്തിന്റെ വിഷയമാണ്. ഞാൻ അതിന്റെ മസ്അലപരമായ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ആ ത്യാഗോജ്ജലമായ ആ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം ബലി പെരുന്നാൾ ദിവസത്ത് ബലി അറക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതാണ്. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അദാഹി, ഈ ഉളുഹിയ്യത്തിന്റെ കാര്യം എന്താ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, താങ്കളുടെ പിതാവ് ഇബ്രാഹിമിന്റെ ചര്യയാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, മാലനാ ഫീഹാ, അതിൽ നമുക്കെന്താ കിട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ രോമത്തിനും നന്മയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൃഗത്തിന് എത്ര കണ്ട് രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും ഓരോ നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിയ, പരിശുദ്ധ ഖുർആൻ. ഓരോ ഹസനത്തിനും ചുരുങ്ങിയത് 10. അപ്പൊ രോമത്തിന്റെ അത്ര കണ്ട് നന്മ ഈ പുണ്യകർമ്മത്തിലൂടെ ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്താകുന്ന സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാക്കൽ കൗസർ, ഓ നബിയെ താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹം നാം നൽകി. ഒരു തഫ്സീർ, ഹൗദുൽ കൗസർ നാം നൽകി. വേറൊരു തഫ്സീർ, ഫസല്ലി, അതിനാൽ ഫസല്ലി, നബി ബലി പെരുന്നാൾ നിസ്കരിക്കുക, വൻഹർ, അതിനുശേഷം അറവ് നടത്തുക. പരിശുദ്ധ ഖുർആൻ ആ ബലികർമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ധാരാളം ഹദീസുകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നബി പറഞ്ഞതായിട്ട് കാണാം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാ അമില ഇബ്നു ആദം യൗമൻ നഹർ അഫ്ളല വഹബ്ബ മിൻ ഇറാഖത്തിദ്ദം, ആദം സന്തതികളിൽ നിന്ന് ആരും ബലി പെരുന്നാൾ ദിവസം ബലികർമ്മത്തെക്കാൾ വലിയ പുണ്യം ആരും ചെയ്തിട്ടില്ല എന്ന് കാണാം. ഏറ്റവും വലിയ ബലി പെരുന്നാൾ ദിവസം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് ബലിദാനമാണ്. ഹദീസിൽ അതിന്റെ കൂലി പറയുന്ന ധാരാളം ഹദീസ് ഉണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് നബി പറഞ്ഞു, ഖൂമി വഷ്ഹദിഹ, ഉളുഹിയ്യത്തിന് അറക്കാൻ വേണ്ടി പോകുമ്പോൾ നീ അവിടെ ഹാദിറായി. ബി അവ്വലി ഖത്രത്തിൻ യുഗ്ഫറു ലക മാ യുഗ്ഫറു ലക്കി മാ സലഫ മിൻ ദുനൂബികി, അതിന്റെ രക്തം ഭൂമിയിൽ ആദ്യ തുള്ളി ഉറ്റലോടുകൂടാ നിന്റെ സർവ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഫതീബു ബിഹാ നഫ്സ, അതുകൊണ്ട് ഉളുഹിയ്യത്ത് അറുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഉളുഹിയ്യത്തിന്റെ പശ്ചാത്തലവും അതിന്റെ മഹത്വവും നാം വേണ്ട പോലെ മനസ്സിലാക്കണം. ഇനി നമുക്ക് അതിന്റെ സമയം, അതിന് പറ്റുന്ന മൃഗം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഈ ഉളുഹിയ്യത്ത് എന്നുള്ളത് പേര് ഉളുഹിയ്യത്ത് എന്ന് പറയാൻ കാരണം സുമ്മിയത്ത് ബി അവ്വലി ഫിഅലി സമാനിഹ, അത് നിർവഹിക്കുന്ന ആദ്യ ടൈമിന്റെ സമയം നോക്കിയിട്ട് ളുഹാ സമയത്താണ് അത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഉളുഹിയ്യത്ത് എന്ന് പേര് പറയപ്പെട്ടത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ആ ഉളുഹിയ്യത്ത് നടത്തപ്പെട്ട മൃഗം അത് ആട്, മാട്, ഒട്ടകം, ഇതാണ് നഅമ് എന്ന് പറയും. നഅമ് എന്ന് പറഞ്ഞതിന് മഅലിയിലൊക്കെ കാണാം, സക്കാത്തിന്റെ വാവ് 2ാമത്തെ പേജിൽ കാണാം. നഅമ് അയൽ ഇബ്ലു വൽ ബഖറു വശാത്ത്, അതാണ് നഅം.
ആട്, മാട്, ഒട്ടകം. ഇതില് ഏറ്റവും പുണ്യം ഒരു മനുഷ്യൻ ചെയ്യുമ്പോ ഏറ്റവും പുണ്യം 7 ആടിനറക്കല. സബൂ ഷിയാഹ് എന്ന് പറയും. അഫ്വലുഹ മിൻഹാജിന്റെ ഇബാറത്ത്, ഏറ്റവും മഹത്വം 7 ആട്. സുമ്മ ബദനത്തുൻ, പിന്നെ ഒട്ടകം. സുമ്മ ബഖറത്തുൻ, പിന്നെ പശു. സുമ്മ ഗനമുൻ, പിന്നെ ആട്. ഈ രൂപത്തിലാണ് അതിന്റെ തർത്തീബ്. ഒറ്റക്ക് ഒരാൾ ചെയ്യുമ്പോ ഒരാൾക്ക് ഏറ്റവും അഫ്ളലായി കിടക്കുന്നത് 7 ആടിനറക്കൽ. പിന്നെ മഹത്വം ഒരു ഒട്ടകം പൂർണ്ണായിട്ട്. പിന്നെ ഒരു പശു. പശുവില് കുട്ടൻ, പോത്ത്, കാള, മൂരി, എല്ലുപുഴു. പിന്നെ ആട്. ആട് 2 ഉണ്ട്, കോലാട്, നെയ്യാട്. നമ്മുടെ നാട്ടിലുള്ളത് മാസ് എന്ന് പറയും, ലേനല്ല, മാസ്, കോലാട്. ഇതിനൊക്കെ വയസ്സുണ്ട്. ഒട്ടകത്തിന് 5 വയസ്സ്, പോത്ത്, അതുപോലെ കുട്ടൻ, പശു, എരുമ, കാള, അതിനൊക്കെ 2 വയസ്സ്. ആട്, നമ്മുടെ നാട്ടിലുള്ള ആട് കോലാടായതുകൊണ്ട് അതിന് 2 വയസ്സ് തന്നെ. നെയ്യാടാണെങ്കിൽ 1 വയസ്സ്, അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം അതിന്റെ പല്ല് സ്വമേധയാ കൊഴിയുക. ഇതാണ് അതിന്റെ പ്രായം. അപ്പോ ഏത് മൃഗമാണ് അറക്കേണ്ടതെന്ന് മനസ്സിലായി, അതിന്റെ പ്രായവും മനസ്സിലായി. ഇനി അതിന്റെ സമയം. ഇവിടെ അറക്കുമ്പോ പൂർണ്ണമായി ഒരു മൃഗം അറക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഒട്ടകം, അതുപോലെ മാട് എന്ന് പറയുന്ന പശു, പോത്തിലൊക്കെ 7 വീതം ആള് വരെ ഷെയറായിട്ട് കൂടിയിട്ട് അറക്കാം. 7 വരെ. 7 ആളൊന്നും ഉണ്ടാവണമെന്നില്ല. 2 ആൾ കൂടിയിട്ട് ഒരു പോത്തിന് അറക്കുന്നു പറ്റും. അങ്ങനെ 7 ആൾക്ക് വരെ അതിൽ ഷെയർ കൂടാം. അപ്പൊ അതിന് സുബ് എന്ന് പറയും, 7-1. ഓരോരാൾക്കും അതിൽ 7-1 ഉണ്ടാവും, ചുരുങ്ങിയത്. അതിൽ കുറച്ചില്ല. അത് ആടിന് പറ്റൂല. ആട് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരാട്. ഒട്ടകത്തിലും ബക്കറത്തിലും പോത്തിലും പശുവിലും 7 ആൾക്ക് വരെ പങ്കുചേരാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ബദനത്തു അൻ സബ്അ വൽ ബഖറു അൻ സബ്അ. 7 ആളെ തൊട്ട് ഒരൊട്ടകം മതിയാവും, ഒരു പശു 7 ആളെ തൊട്ട് മതിയാകുമെന്ന് സഹിഹ ഹദീസിൽ ഇബ്നു മാജ, തുർമുദി ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇനി അതിന്റെ സമയം. പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ഉദിച്ചു കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് നിസ്കരിച്ച് 2 ഖുത്ബ ഓതാനുള്ള സമയം കഴിഞ്ഞാൽ അതിന്റെ ഉദയത്തിന്റെ സമയമായി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് 6 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6 മണിക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക ബലി പെരുന്നാള്. എന്നിട്ട് 2 ഖുത്ബ നിർവഹിക്കാനുള്ള ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞാൽ ഉദയത്തിന്റെ സമയം തുടങ്ങും. നിസ്കരിച്ചാലേ അർത്ഥമില്ല. ഈ സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ നിസ്കരിച്ചോനിക്കും അറക്കാം, നിസ്കരിക്കാത്തവർക്കും അറക്കാം. സമയം തുടങ്ങണമെങ്കിൽ ഈ ടൈം കഴിയും. അപ്പൊ പെരുന്നാൾ രാത്രി ഒരാൾ ഉദയത്തർത്താൽ ഇന്നഹാ ലഹ്മു ഷാത്തിൻ ലാ ലഹ്മു ഉദ്ഹിയ, അത് കറിക്കുള്ള ഇറച്ചിയാണ്, അതല്ലാതെ ഉദയത്തിന്റെ ഇറച്ചി മാംസമല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സമയമായിട്ടില്ല, സമയാന്തതിന് മുമ്പ് നിർവഹിക്കാൻ പറ്റൂല. അതെന്നെ ഇവിടുന്ന് അങ്ങോട്ട് സമയം തുടങ്ങി. എന്നാലും ഒരു റുംഹിന്റെ കതിർ അഥവാ 20 മിനിറ്റ് സമയം കഴിഞ്ഞ് ഉദിച്ചിട്ട് അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും
2 ഖുത്ബ നിർവഹിക്കുകയും ചെയ്ത സമയത്തിന് ശേഷമാകുമ്പോൾ അത് അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ സമയം തുടങ്ങി. അങ്ങനെ തുടങ്ങി അത് പെരുന്നാൾ ദിവസം അറക്കാം, അതിനുശേഷമുള്ള 3 ദിവസങ്ങളിലും അറക്കാം. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയും. 11, 12, 13 മഗ്രിബ് വരെ സമയമുണ്ട്. ഷാഫി മദ്ഹബില് 13ന്റെ മഗ്രിബ് വരെ അറക്കാം. ഈ പെരുന്നാൾ ദിവസമാണ് ഏറ്റവും നല്ലത്. അഫ്ളല് പെരുന്നാളിന്റെ ദിവസം അറക്കലാണ്. പെരുന്നാളിന്റെ ശേഷമുള്ള ദിവസങ്ങളിലും അറക്കാം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ അറഫത്തു കുല്ലുഹാ മൗഖിഫുൻ വ അയ്യാമുത് തശ്രീഖ് കുല്ലുഹാ മൻഹറുൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫ മുഴുവനും നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അയ്യാമുത് തശ്രീഖ് മുഴുവനും അറക്കാൻ പറ്റുന്ന നേരമാണ്. അതിനാൽ ഈ 4 ദിവസങ്ങളിൽ വരെ നമുക്ക് അറവ് നടത്താം. എങ്കിലും ഏറ്റവും മഹത്വം പെരുന്നാളിന്റെ ബലി പെരുന്നാൾ ദിവസം തന്നെ അറക്കലാണ്. രാത്രി കാരണമൊന്നുമില്ലാതെ വെറുതെ രാത്രിയേക്ക് അറവ് നീട്ടിക്കൊണ്ട് പോക്ക് കറാത്ത. കറാഹത്തുൻ എന്ന് ഫിഖിന്റെ കിതാബിൽ കാണാം. അപ്പോ അറവിന്റെ മൃഗം ഏതാണെന്ന് മനസ്സിലായി, അതിന്റെ പ്രായം മനസ്സിലായി, അതിന്റെ സമയവും മനസ്സിലായി. ഇനി ഏതെല്ലാം മൃഗത്തിലുണ്ടാവേണ്ട ഗുണങ്ങൾ, നല്ല തടിച്ചു കൊഴുത്ത നല്ല സൗന്ദര്യമുള്ള അഴകുള്ള മൃഗത്തിനെ അറക്കണം. അതാണ് അതിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബ്ശൈനി അംലഹൈനി അഖ്റനൈനി എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാളിന്റെ ദിവസം 2 ആട്, കുട്ടനാട്, നല്ല കൊമ്പുള്ള വെളുവെളുത്ത നല്ല ചന്തമുള്ള സൗന്ദര്യമുള്ള ഭംഗിയുള്ള 2 ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളിമു ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മത്തായാക്കും. നിങ്ങൾ നല്ല മൃഗങ്ങളെ നിങ്ങൾ അറക്കണം, കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിന്റെ മേലുള്ള വാഹനമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ അങ്ങനെയും കാണാം. അപ്പോ ആ മൃഗം നല്ല ഭംഗിയുള്ള ന്യൂനതയില്ലാത്തതായി. ന്യൂനതകൾ എന്ന് പറയുമ്പോൾ ഹദീസിൽ തന്നെ കാണാം, 4 മൃഗങ്ങൾ ഉളുഹിയ്യത്തിൽ മതിയാവുകയില്ല. അൽ ജർബാഉ വൽ അർജാഉ വൽ അജ്ഫാഉ വൽ മരീളത്തുൽ ബയ്യിൻ എന്ന്. വ്യക്തമായ മുടന്തുള്ള മൃഗം, അതുപോലെ ചൊറി പിടിച്ച മൃഗം ജർബ, അതുപോലെ മജ്ജൊക്കെ നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയത്, അതുപോലെ കുരുടുള്ള മൃഗം, കണ്ണ് കാണാത്ത, ഇതൊക്കെ ഉളുഹിയ്യത്തിന് പറ്റുകയില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അത് ഫുഖഹാ വിശദീകരിച്ചിട്ടുമാണ്. ഇനി പറയാനുള്ളത്, ഉളുഹിയ്യത്തിന്റെ മൃഗത്തിന്റെ അറക്കേണ്ടത് എങ്ങനെയാണ്, ആരാണ് അറക്കേണ്ടത്? പുരുഷനാണ് ഏറ്റവും നല്ലത് അറക്കാൻ. സ്വന്തമായി അറവിന്റെ നിബന്ധനകളൊക്കെ അറിയുന്ന ആള് സ്വന്തമായി അറക്കുക. അത് സ്വന്തം വീട്ട് പറമ്പിൽ വെച്ചാവലും ഒറ്റക്ക് ഒരു മൃഗം അറക്കലാണല്ലോ നേരത്തെ പറഞ്ഞത് അഫ്ളൽ. അപ്പൊ അത് നമ്മളെ വീട്ടുമുറ്റത്ത് വെച്ച് നമ്മുടെ കുടുംബക്കാരുടെ ഒക്കെ സമീപത്ത് വെച്ച് അവരൊക്കെ ആ അറവിന്റെ സമയത്ത്
ആ അറക്കുന്ന സ്ഥലത്ത് സന്നിഹിതരാവാൻ കൽപ്പിച്ചുകൊണ്ട് ആ വീട്ടിന്റെ വളപ്പിൽ വെച്ച് അറക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. ഫിഖിന്റെ കിതാബിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്ത് കിഫായ ആയിട്ട് വരും. അഥവാ ഒരു വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, തന്റെ കീഴിലുള്ള ആളുകൾക്കൊക്കെ അവരോടൊക്കെയുള്ള ഇതിന്റെ ഉളുയ്യത്തിന്റെ തേട്ടം തലബ് സാക്കിത്താകും എന്ന് പറയും. കാരണം ആ വീട്ടിൽ ഒരാളെങ്കിലും അറക്കുന്നുണ്ടല്ലോ. കൂലി ഈ അർത്ഥ ആൾക്ക് മാത്രമേ കിട്ടുമെങ്കിലും അതിന്റെ ബാധ്യത എന്ന നിലയിൽ ആ വീട്ടുകാർക്കൊക്കെ അതിന് നിങ്ങൾ എന്തുകൊണ്ട് അർത്ഥത്തില്ല എന്ന ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാകും. ഏതുപോലെ ജനാദസ്കാരമൊക്കെ പോലെ അത് ഫർദ് കിഫായാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ആരെങ്കിലായിട്ട് കുളിപ്പിച്ച് നിസ്കരിച്ച് മറാവും. എന്നാൽ എല്ലാവരുടെയും കുറ്റത്തുനിന്ന് ഒഴിവായി എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടുനാഥൻ, കുടുംബനാഥൻ ആ വീട്ടിൽ വെച്ച് ഒന്നിറക്കുമ്പോ ആ വീട്ടിൽ കഴിയുന്ന എല്ലാവർക്കും കൂടി അതിന് അവരോടുള്ള തേട്ടം അതിലൂടെ ഒഴിവാകും. അങ്ങനെ വീട്ടു വളപ്പിൽ വെച്ച് അറക്കുമ്പോ, കുടുംബക്കാരെയൊക്കെ വിളിച്ച് അറക്കുമ്പോ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്റെ സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് തന്നെ കരുതണം. എന്റെ ഉളുഹിയ്യത്ത് എന്നോ, അല്ലെങ്കിൽ ഇതെന്റെ വാജിബായ ഉളുഹിയ്യത്ത് എന്നോ, അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ടതാണെന്നോ കരുതിപ്പോയാൽ അതിന്റെ വിതരണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് തന്നെ കരുതണം. അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാനും നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മളുടെ ആശ്രിതർക്കും അവരെ ഭക്ഷിപ്പിക്കാനൊക്കെ സാധിക്കും. നിർബന്ധമായ ഉളുഹിയ്യത്തായി പോയാൽ, നേർച്ചയാക്കപ്പെട്ട ഉളുഹിയ്യത്തായി പോയാൽ വിതരണത്തിൽ പല പ്രശ്നങ്ങളുണ്ടോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. ഇപ്പൊ സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് കരുതുക, അത് അറക്കുന്ന ആള് തന്നെ സ്വന്തമായിട്ടാണെങ്കിൽ എന്റെ സുന്നത്തായ ഉളുഹിയ്യത്ത് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയും തക്ബീർ ചൊല്ലിയിട്ട് വേണം അറക്കാൻ. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ചിലപ്പോ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഉളുഹിയ്യത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം, ഇത് ആദ്യമായിട്ട് കേൾക്കുക. അതെ, സുന്നത്ത് നിസ്കാരം. ഉളുഹിയ്യത്ത് അർത്ഥ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുമ്മ ഹാദാ മിൻക വഇലൈക വതഖബ്ബൽ മിന്നി എന്ന് പ്രത്യേകം ദുആ ചെയ്യൽ സുന്നത്താണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ സ്വന്തമായി ഉളുഹിയ്യത്ത് അർത്ത് അത് സുന്നത്തായ ഉളുഹിയ്യത്താകുമ്പോ നമുക്ക് അതിന്റെ വിതരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സുന്നത്താകട്ടെ വാജിബാകട്ടെ, ഉളുഹിയ്യത്തിന്റെ മാംസം അർത്ഥവരിക്ക് വിൽക്കാൻ പാടേയില്ല. അതിന്റെ തോല് പോലും, അതിന്റെ ഒരു ഭാഗം വിൽക്കാൻ പാടില്ല. ആ ഉളുഹിയ്യത്തിന്റെ മൃഗത്തെ വിൽപ്പന നടത്താൻ പാടില്ല. വലോ മന്ദൂബത്തന്നെ വാജിബത്തന്നെ, വാജിബാട്ടെ മന്ദൂബാട്ടെ വിൽക്കാൻ പാടേയില്ല. സുന്നത്തായ ഉളുഹിയ്യത്താകുമ്പോൾ അതിന്റെ വിതരണത്തിന്റെ രൂപമാണ് പറയുന്നത്. അത് അതിൽ നിന്ന്, ആ മൃഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിന്റെ 7-1 നീ ഷെയർ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ആ 7-1 നിന്ന് 1/2 കിലോ 500 ഗ്രാം ഇറച്ചി മാംസ പച്ചയായിട്ട് നാട്ടിലെ തന്നെ പാവപ്പെട്ടവനായ ഫക്കീറിനോ മിസ്കീനോ കൊടുക്കൽ നിർബന്ധം. ഇതാണ് നിർബന്ധമുള്ള ബാധ്യത. 1/2 കിലോ ഇറച്ചി ആ സുന്നത്തായ ഉളുഹിയ്യത്തിൽ നിന്ന് നാട്ടിലെ തന്നെ പാവപ്പെട്ടവനായ മനുഷ്യനിലേക്ക് എത്തിക്കുക. ഇത് നിർബന്ധം. എന്നാലേ ഉളുഹിയ്യത്ത് വിതരണം നടത്തിയാൽ ശരിയാവും. ബാക്കിയുള്ളത് മുഴുവനും നിനക്ക് തന്നെ ഉപയോഗിക്കാം, അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. മറ്റുള്ളവർക്ക് എന്ന് പറയുന്നതിൽ അമുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവർക്കും കൊടുക്കാം. സുന്നത്തായ ഉളുഹിയ്യത്ത് തങ്ങന്മാർക്ക് കൊടുക്കാം, നാട്ടിലെ
സമ്പന്നർക്ക് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ഉദുഹിയ്യത്തിന്റെ മാംസം. അതിന്റെ തോല് അതും നേരത്തെ പറഞ്ഞ പോലെ വിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ബാഅ ജിൽദൽ ഉദ്ഹിയ്യത്തി ഫലാ ഉദ്ഹിയ്യത ലഹു. ആരെങ്കിലും ഉദ്ഹിയ്യത്തിന്റെ തോല് വിറ്റാൽ, ചിലപ്പോ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, ഈ അറവുകാർക്ക് തന്നെ ഒന്നിക്ക് കൂലിയായിട്ട് കൊടുക്കും, പറ്റൂല, അല്ലെങ്കിൽ അവർക്കിത് വിൽക്കും, ആര് ഈ അർത്ഥോനെന്ന് പറ്റുകയില്ല. മറിച്ച് ആ തോല് ചെയ്യേണ്ടത് നാട്ടിലെ പാവപ്പെട്ടവരായ ഒരു മനുഷ്യനെ കണ്ടെത്തി അവനിക്ക് ഹദിയ, അവനിക്കത് കൊടുക്കാം, അവനിക്കത് വിൽക്കാം, പാവപ്പെട്ടവന് വിൽക്കാം. അല്ലെങ്കിൽ ഈ തോല് നിനക്ക് തന്നെ ഉപയോഗിക്കാം, പറ്റുമെങ്കിൽ അതിനെ വൃത്തിയാക്കി എന്തെങ്കിലും തൊട്ടിയോ അതല്ലെങ്കിൽ നിനക്ക് എന്താണോ അത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആ തോല് കൊണ്ട് നിർമ്മിച്ചിട്ട് നീ ഉപയോഗിക്കുന്നു, പറ്റും. അത് വിൽക്കാനോ അല്ലെങ്കിൽ വാടക കൊടുക്കാനോ ഒന്നും പാടില്ല. നിനക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവനിക്ക് കൊടുക്കണം, അവനിക്ക് വിൽക്കാം. കാരണം പാവപ്പെട്ടവനും സമ്പന്നരും ഇവിടെ വ്യത്യാസമുണ്ട്. സമ്പന്നർക്ക് തംലീഗ് ചെയ്തു കൊടുക്കുന്നില്ല, മറിച്ച് അത് കറി വെച്ചിട്ടോ മറ്റോ ഉപയോഗിക്കാനാണ് കൊടുക്കുന്നത്. സമ്പന്നർക്ക് ഉദുഹിയ്യത്തിന്റെ ഇറച്ചി കിട്ടിയാൽ അത് വിൽക്കാൻ പറ്റൂല, മറിച്ച് ഒരു പാവപ്പെട്ട മിസ്കീനാണ് ഈ മാംസം കിട്ടിയെങ്കിൽ ആ മിസ്കീനായ മനുഷ്യനിക്ക് അത് വിൽക്കാം. അതുപോലെ തന്നെ ഈ തോലും പാവപ്പെട്ടവൻ നിങ്ങൾക്ക് വിറ്റോട്ടെ, പാവപ്പെട്ടവനോട് നിങ്ങൾ തോലിന്റെ തോൽ ആവശ്യമുള്ള ആൾക്ക് വാങ്ങാം. അങ്ങനെയാണ് അതിന്റെ മസ്അല. അപ്പൊ നമ്മള് അതിന്റെ വിതരണ രീതിയും ഇവിടെ പറഞ്ഞു. ഇനി പറയാനുള്ളത് നിർബന്ധ ഉദ്ഹിയ്യത്ത്. നിർബന്ധമായ ഉദ്ഹിയ്യത്തിന്റെ മാംസം അത് നേർച്ചയാക്കപ്പെട്ടത് അത് ഒരു പ്രത്യേക മൃഗത്തെ നിർണയിച്ച് നേർച്ചയാക്കലുണ്ട്. അതല്ലെങ്കിൽ ഞാനൊരു മൃഗത്തെ ഉദ്ഹിയ്യത്താക്കാൻ നേർച്ചയാക്കി എന്ന് മൃഗത്തെ നിർണയിക്കാതെ നേർച്ചയാക്കലുണ്ട്. എങ്ങനെ നേർച്ചയാക്കിയാലും നേർച്ചയാക്കപ്പെട്ട മൃഗത്തെ പെരുന്നാളിന്റെ ആ ബലിപെരുന്നാൾ ദിവസവും അയ്യാമുത്ത ശരീക്കിന് തന്നെ അറുത്ത് അത് വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് തന്നെ എത്തിക്കണം. സുന്നത്തായ ഉദ്ഹിയ്യത്തും നിർബന്ധമായ ഉദ്ഹിയ്യത്തും വ്യത്യാസം ഇവിടെ ഇങ്ങനെയുണ്ട്. വിതരണ സമയത്ത് ഫർളാക്കപ്പെട്ട നേർച്ചയാക്കപ്പെട്ട ഉദ്ഹിയ്യത്തിന്റെ മാംസം അത് ആ നാട്ടിലെ അർത്ഥ നാട്ടിലെ പാവപ്പെട്ടവരിലേക്ക് മുഴുവനായിട്ട് കൊടുക്കണം. നേർച്ചയാക്കപ്പെട്ട ഉദ്ഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്ന് അറുത്തവന്റെ കുടുംബക്കാരായിട്ട് വരുന്ന തൻ്റെ ആശ്രിതരായ ആൾക്കോ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ ആ നാട്ടിലെ സമ്പന്നരായ ആൾക്കും കൊടുക്കാൻ പറ്റുകയില്ല, കൊടുത്താൽ അത് വീടുകയില്ല. മറിച്ച് പാവപ്പെട്ട ആളുകൾക്ക് തന്നെ ഈ നിർബന്ധ ഉദ്ഹിയ്യത്തിന്റെ മാംസം മുഴുവനായിട്ട് കൊടുക്കും. അതുപോലെ അവിടെ നിർബന്ധ ഉദ്ഹിയ്യത്ത്, നേർച്ചയാക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങൾമാർക്കും അത് പറ്റുകയില്ല. സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ മാംസം കുറഞ്ഞ 500 ഗ്രാം പോലെ മഹല്ലിലെ പാവപ്പെട്ടവർക്ക് കൊടുത്ത ശേഷമുള്ളത് ആ നാട്ടിലെ അഹ്ലു ബൈത്തിനും സമ്പന്നർക്കൊക്കെ കൊടുക്കാം. പക്ഷെ
സമ്പന്നരാകുമ്പോൾ അവർക്കതിൽ വിൽക്കാൻ പാടില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. അവർക്കത് വേവിച്ച് ഭക്ഷണമാക്കിയിട്ടൊക്കെ അത് കഴിക്കാം. അപ്പം നേർച്ചയാക്കപ്പെട്ട ഫർദാക്കപ്പെട്ട ഉളുഹിയത്തിന്റെ മാംസം തോല് മുഴുവനും അത് ആ നാട്ടിലെ പാവപ്പെട്ടവരിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഷയർ കൂടുന്ന ആള് 7 ആള് വരെ സംഘടിതമായ ഉളുഹിയത്തിറക്കുമ്പോൾ അതിൽ കൂടിയാൽ ചിലരുടെ നേർച്ചയാണെങ്കിൽ ആ നേർച്ചയാക്കപ്പെട്ട ആളുടെ വിഹിതം 1/7 അത് അവരുടെ ബാക്കിയുള്ള ഇറച്ചിയിൽ കലർത്താതെ അവർ വേറെ ആ ഓരിയിൽ നിന്ന് വേറെ വാങ്ങണം. എന്നിട്ടത് ആ നാട്ടിലെ പാവപ്പെട്ടവരിലേക്ക് തന്നെ എത്തിക്കണം. അല്ലാതെ ആ 7 ആളുകൾ ഷെയർ കൂടിയതിൽ ചിലര് സുന്നത്തായ ഉളിയത്തെന്നായിരിക്കും കരുതിയത്, ചിലര് വാജിബായ നേർച്ചയാക്കപ്പെട്ടതായിരിക്കും. നേർച്ചയാക്കപ്പെട്ട ഉളിയത്തിന്റെ ഒരു ഭാഗവും ഒരു കുറഞ്ഞ ഭാഗം പോലും സമ്പന്നർക്കോ അതല്ലെങ്കിൽ അമുസ്ലിമീങ്ങൾക്കോ ഒന്നും കൊടുക്കാൻ പാടില്ല. അത് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് തന്നെ, നാട്ടിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് തന്നെ എത്തിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. അപ്പോ 7 ആളുടെ ഷെയറായിട്ട് കൂടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 ആളുകളുടെയും ഓരോ വിഹിതം. 7 ആളുകൾ ഒരു പോത്തിന് ഷെയർ കൂടുമ്പോ ഓരോരാൾക്കും അതിന് 1/7 ഉള്ളത്. ആ 1/7 നിന്ന് അവർക്ക് കിട്ടിയ ആ 1/7 മാംസത്തിൽ നിന്ന് 1/2 കിലോ പോലെ ആ നാട്ടിലെ പാവപ്പെട്ടവരിലേക്ക് എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മള് നാട്ടില് 7 ആൾ കൂടിയിട്ട് അറക്കുന്ന പോത്തിനും നമ്മള് ആ അർത്ഥശേഷം 3 ഓരിയാക്കും. സാധാരണ 3 ഓരിയാക്കലാക്കും. ആ 3 ഓരിയിൽ നിന്ന് 1 ഓരി 7 ആൾക്കും കൊടുക്കും. ബാക്കി 2 ഓരി നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ ബാക്കി കിടക്കുന്ന 7 വിഹിതം ഉണ്ടല്ലോ, 2 ഓരി, ഈ 2 ഓരി ഇവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടത്. അപ്പൊ അതിൽ നിന്ന് ചുരുങ്ങിയത് 3.5 കിലോ പോലെ, 7 ആളുടെ 500 ഗ്രാം കൂട്ടുമ്പോൾ 3.5 കിലോ പോലെ 500 ഗ്രാം ചുരുങ്ങിയത് ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് എത്തിച്ചു എന്ന് ഈ ഷെയർ കൂടുന്ന ആൾ ഓരോരാളും ഉറപ്പിക്കണം. അല്ലാതെ ഞാൻ ഷെയർ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാതെ ആരിലേക്കാണോ ഇതെത്തിയത് എന്ന് അന്വേഷിക്കാതെ ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഏറെക്കുറെ ഇവിടെ ആ ഉളിയത്ത് സംബന്ധമായ വിഷയമായിട്ടുണ്ട്. ഇനി സംശയ നിവാരണം വേണം. ഏകദേശം ആയല്ലോ അല്ലേ? എല്ലാം ചോദ്യം വരാൻ സാധ്യതയുള്ളതൊക്കെ കവർ ചെയ്തിട്ടാണ് എൻ്റെ വർത്തമാനം. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള ദിവസമാണ്. അത് ഞായറാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹജ്ജ് 9 അതാണ് നമ്മളെ അറഫ. കാരണം മക്കത്ത് എങ്ങനെയാണെന്ന് നോക്കണ്ട. മക്കത്ത് ശനിയാഴ്ച ആയിരിക്കും അവർ അറഫയിൽ നിൽക്കുക. അത് നമ്മൾക്ക് 8 ആവും ഇവിടെ. അവിടെ 8-നും സുന്നത്തുണ്ട്. അത് ദുൽഹജ്ജ് 1 മുതലേ സുന്നത്തല്ലേ. ആ നിലക്ക് 8-ന് കുറച്ചും കൂടെ മാറ്റുണ്ട്. കാരണം സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് ഫുഖഹാ പറയുന്നുണ്ട്. ആ നിലക്ക് അവിടെയും കൂടെ അറഫയാകുന്നത് പരിഗണിച്ച് നമുക്ക് സൂക്ഷ്മതക്ക് വേണ്ടി 8 നോക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അറഫ നോമ്പ് എന്ന് പറയുന്നത് 8-ന്റെ അന്നല്ല, 9-നാണ് അറഫ. അറഫ സുന്നത്ത് നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, ഇപ്പൊ നിലവിലുള്ള ഈ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തിന്റെയും 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ്. ഒരു നോമ്പ് കൊണ്ട് 2 കൊല്ലത്തെ പാപങ്ങളാണ് പൊറുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച പകൽ എല്ലാവരും നോമ്പ് നോക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം, പെരുന്നാളിന്റെ ചിഹ്നമാണ് തക്ബീർ എന്നുള്ളത്. ഇത് നമ്മൾ വലിയ പെരുന്നാൾ എന്നാ പറയാം. ഇത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്. നോമ്പ് കഴിഞ്ഞ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാൾ എന്നാ പറയാം. കാരണം ഈ 4 ദിവസവും ശരിക്കും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്. കാരണം പെരുന്നാളിനുള്ള തക്ബീർ ആ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലാറുണ്ട്. പക്ഷെ എല്ലാ നിസ്കാരത്തിന്റെയും പിന്നിലാണെന്ന് മാത്രം. തക്ബീർ 2 വിധമുണ്ട്. അഥവാ ദുൽഹജ്ജ് 9-ന്റെ സുബ്ഹി മുതൽ, അഥവാ ഞായറാഴ്ചന്റെ സുബ്ഹി നിസ്കാരം മുതൽ നിർവഹിക്കുന്ന എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം 3 പ്രാവശ്യം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഫർദ് നിസ്കാരാട്ടെ സുന്നത്ത് നിസ്കാരാട്ടെ വലോ ജനാസത്തൻ എന്ന് കിതാബിൽ കാണാം. ജനാസ നിസ്കാരം കഴിഞ്ഞാൽ വരെ മയ്യത്തെടുക്കുന്നതിന് മുന്നേ തക്ബീർ ചൊല്ലിയിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഈ പെരുന്നാളിന്റെ ഒരു ചിഹ്നമാണ്. അപ്പോ വലിയ പെരുന്നാളാകാൻ കാരണം 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാൾ ആയതുകൊണ്ടാണ് ഈദുൽ അക്ബർ എന്ന് പറയുന്നത്. മറ്റേ പെരുന്നാൾ ഒറ്റ ദിവസം കൊണ്ട് അവിടെ തീർന്നു. പിന്നീട് 6 നോമ്പ് നോക്കൽ വീണ്ടും നോമ്പിലേക്കാ വരുന്നത്. മറിച്ച് അയ്യാമു തശ്രീഖിന്റെ ദിവസവും നോമ്പ് നോക്കൽ ഹറാമാണ്. ഒരു വർഷം 5 ദിവസം മുസ്ലിമീങ്ങൾക്ക് നോമ്പ് നോക്കൽ നിഷിദ്ധമാണ്. 2 പെരുന്നാൾ ദിവസം അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന ദുൽഹജ്ജ് 11, 12, 13 എല്ലാ മാസവും 13, 14, 15 നോമ്പ് നോക്കുന്ന ആള് ഈ ദുൽഹജ്ജിന്റെ 13-ന് പറ്റൂല. കാരണം അയ്യാമു തശ്രീഖിന്റെ 13ആണ്. അതുകൊണ്ട് 14, 15, 16 കൂടെ നോക്കാനാണ് ഫുഖഹാ പറഞ്ഞത്. ഈ 13-ന് നോമ്പ് നോക്കാൻ പറ്റൂല. അയ്യാമുൽ ബീദ് തന്നെയാണ്. പക്ഷെ അയ്യാമു തശ്രീഖ് വന്നപ്പോ ആ നോമ്പ് സുന്നത്ത് നഷ്ടപ്പെട്ടു. നോമ്പ് നോക്കൽ ഹറാമാണ്. നോമ്പ് ഒറ്റ ശരിയാവൂല. ഈ വർഷങ്ങളിൽ 5 ദിവസം, 2 പെരുന്നാൾ ദിവസവും ഈ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസവും നോമ്പ് നോക്കൽ നിഷിദ്ധമാണ്. കാരണം വലിയ പെരുന്നാളിന് കുറെ മാംസവർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ പൊരിച്ചടിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെരുന്നാൾ പോലെ തക്ബീർ ചൊല്ലുകയും വേണം. തക്ബീർ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. സദാ തക്ബീർ അല്ല, സദാസമയത്തുള്ള തക്ബീർ മിനൽ ഖുറൂബ് ലൈലത്തുൽ ഈദ്, പെരുന്നാളിന്റെ രാത്രി മഗ്രിബ് മുതൽ ഇലസ്സലാ നിസ്കാരം വരെയാണ് എല്ലാ സമയത്തുള്ള തക്ബീർ. അതിന് തക്ബീർ മുർസൽ എന്ന് പറയും. മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറാണ്. നമുക്കൊക്കെ അറിയാം, പള്ളികളിൽ വെച്ചൊക്കെ ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലുന്നത് കാണാം. ഏത് മുതൽ ഏത് വരെ? മിൻ സുബ്ഹി യൗമി അറഫ ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ 13-ന്റെ അസ്ർ അടക്കമുള്ള നിസ്കാരത്തിന്റെ പിന്നിലൊക്കെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ആ
പെരുന്നാളിന്റെ ചിഹ്നമാകുന്ന തക്ബീർ, അതുപോലെ പെരുന്നാളിന്റെ മുമ്പിലുള്ള അറഫ ദിവസമൊക്കെ അതിന്റെ മഹത്വമൊക്കെ നമ്മൾ കണക്കിലാക്കണം. മാത്രമല്ല ഹാജിമാർ അറഫയിലും മുസ്ദലിഫയിലും മിനയിലൊക്കെ താമസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടിച്ചുകൂടുന്ന ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവരോടൊപ്പം കഴിയുന്നത്ര നമ്മളും ഇബാദത്ത് കൊണ്ട് ധന്യമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സാലിഹായ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.